സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ബഡ്ജറ്റ് ആയിട്ടുള്ള 5G സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രം അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQOO Z9X 5G എന്ന സ്മാർട്ട് ഫോണാണ്. 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി വിത്ത് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. Android 14 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കൂടാതെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ IP64 വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ 1 TB എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 8 GB RAM 128 സ്റ്റോറേജ് വേരിയൻറ്റിലും 4 GB RAM 128 സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,499 രൂപയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോണാണ്. 6.65 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD സ്ക്രീൻ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 7025ൻ്റെ പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുമ്പോൾ 6000 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. Android 14 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ IP52 വാട്ടർ റേറ്റിംഗും കൂടാതെ തന്നെ 1 TB വരെയുള്ള എക്സ്പാൻഡബിൾ സ്റ്റോറേജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 8 GB RAM 128 GB സ്റ്റോറേജ് മോഡലും 12 GB RAM 256 GB സ്റ്റോറേജ് എന്നീ മോഡലിലാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,999 രൂപയാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Vivo T3X 5G എന്ന സ്മാർട്ട് ഫോണാണ്. 6.72 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി വിത്ത് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. Android 14 തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഫണ്ട് ചോയ്സ് 40 ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ IP64 വാട്ടർ റെസിസ്റ്റൻറ്റ് വിത്ത് 1 TB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് സപ്പോർട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,499 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 4 GB RAM 6 GB RAM 8 GB RAM വിത്ത് 127 GB സ്റ്റോറേജ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എസ്പെഷ്യലി സാംസങ് ലവേഴ്സിന് വേണ്ടി തന്നെ മാത്രമാണ്. സാംസങ് ഗാലക്സി M34 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ Exynos 1280 ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും നൽകിയിട്ടുണ്ട്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി വിത്ത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറയാണെങ്കിൽ പോലും 13 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇനി അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ Android 30 ആണ്. അതുപോലെ തന്നെ Android 14 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ IP52 റേറ്റിംഗ് വിത്ത് 1 TB വരെയുള്ള സ്റ്റോറേജ് എക്സ്പാൻഡ് സപ്പോർട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ട് 6 GB RAM 8 GB RAM അതുപോലെ തന്നെ 128 GB 256 GB സ്റ്റോറേജ് എന്നീ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും അവസാന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോ X6 Neo 5G സ്മാർട്ട് ഫോണാണ്.
6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വിത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രൊസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 6080 പ്രൊസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 108 MP വൈഡ് ലെൻസ് പ്രൈമറി ക്യാമറയും 2 MP ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വിത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. Android 30 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 8 GB RAM 128 സ്റ്റോറേജിന് 14,999 രൂപയും 12 GB RAM 256 GB സ്റ്റോറേജ് വരുന്നതിന് 17,999 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ബോണസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് Realme P1 5G എന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ Realme P1 5G എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണ് നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.